അമ്മേ നമുക്ക് സാമ്പാർ പൊടിയൊക്കെ കിട്ടി. പക്ഷെ സാമ്പാറിന്റെ വീഡിയോ മാത്രം ഇട്ടില്ല. സാമ്പാർ ഉണ്ടാക്കി തന്നുമില്ല. ഇന്ന് ഇഡ്ഡലി അപ്പൊ നമുക്ക് കാലത്ത് സാമ്പാർ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എസൻസിന്റെ പൊടി വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കി കളയാം. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, എന്നാ നോക്കാം. എൻ്റെ സാമ്പാറിന് ഞാൻ കുക്കറിൽ നമ്മുടെ തുമരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ഞാനിവിടെ വെള്ളരിക്ക, സവാള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, 2 പച്ചമുളക് എല്ലാം അതിനകത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ അതിനകത്ത് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇടാം. നല്ലോണം വെജിറ്റബിൾ എല്ലാവരുടെയും വയറ്റിലേക്കൊക്കെ പോട്ടെ. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 വിസിലിന് വയ്ക്കാം. മുരിങ്ങയ്ക്ക ഒന്നും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടില്ല കേട്ടോ. ഞാൻ തക്കാളിയൊക്കെ വേറെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് നമ്മൾ ഒരു അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആ തക്കാളിക്ക് ആവശ്യമുള്ള ഒരു ശകലം ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ സാമ്പാർ പൊടി ഇടാൻ പോവാണ്. ഞാനിവിടെ നമുക്ക് ഒരു നാച്ചുറൽ ഒരു വീട്ടിലുണ്ടാക്കി പിടിക്കണതാണെന്ന് പറഞ്ഞാൽ ഒരു എക്സോട്ടിക് എസൻസിൻ്റെ സാമ്പാർ പൗഡർ അതാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ട. ഒരു വീട്ടിൽ തന്നെ ഒരമ്മ ഉണ്ടാക്കി പിടിക്കണമെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ സാമ്പാർ പൊടി ഞാനിടാം കേട്ടോ. സാമ്പാർ പൊടി ഇട്ടു. അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് അതിൻ്റെ കളറൊന്നും മാറരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ. എല്ലാവരുടെയും സാമ്പാർ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഓരോ സാമ്പാർ കഴിച്ചാലും ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഞാനിവിടെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയും കൂടെ ചേർത്ത് അതൊന്ന് തിളക്കട്ടെ. നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിച്ചു. ഇനി അതെല്ലാവരും കൂടെ നല്ലപോലെ കിടന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് നമ്മൾ പരിപ്പും പച്ചക്കറിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി. നമ്മുടെ കുക്കറിൽ കഷ്ണവും പരിപ്പും എല്ലാം നല്ല വെജിറ്റബിളും എല്ലാം നല്ല ഭംഗിയായിട്ട് വെന്തിരിക്കുന്നുണ്ട്. നമുക്കതും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാറൊക്കെ നല്ലതുപോലെ തിളച്ചു. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരിത്തിരി മല്ലിയില ഇട്ട് അലങ്കരിക്കാം. പിന്നെ ഞാൻ അതിനകത്ത് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ടു കേട്ടോ. ആ പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അതും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്തു. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് അലങ്കരിച്ചാൽ നമ്മുടെ സാമ്പാർ സൂപ്പർ സാമ്പാർ.